പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം കേൾക്കാം. ഞങ്ങളുടെ ആ ഭാഗത്ത് പണ്ട് ഒരു ഹാജി ഉണ്ടായിരുന്നു, ഒരു മരക്കച്ചവടക്കാരനൊക്കെ. അയാൾ ചെറിയ മുത്താലിമ്യങ്ങളോട് തർക്കിക്കോളൂ, വലിയ ആൾക്കാരോടൊന്നും തർക്കത്തിന് പോകില്ല. ചെറിയ ചെറിയ മുത്താലിമ്യങ്ങളെ കണ്ട ഇയാൾ ചോദിക്കും, അല്ല മോനെ നീ ഓതാൻ പോവാണ്? ആ ശരി. തറാവി എത്ര? തറാവി എനിക്കറിയില്ല. പിന്നെ നീ എന്തിങ്ങനെ തലപ്പാവ് പോയിട്ട്? ഞാൻ ഇപ്പൊ അടുത്ത് ഓതാൻ പോകാൻ തുടങ്ങിയിട്ടു. ശരി, 8 or 20? ഏതാ ശരിയെന്ന് എനിക്കറിയില്ല. നീ എത്ര നിസ്കരിക്കലോ ചോദിച്ചു. ഞാൻ 20 ഈ കുട്ടി. എന്താ നീ 20 നിസ്കരിക്കണം, 8 നിസ്കരിച്ചാ പോരേന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ 8 പറഞ്ഞാൽ നീന്തർപ്പഴം ചായയൊക്കെ വാങ്ങിക്കൊള്ളു. 20 പറഞ്ഞാൽ ഇയാൾക്ക് ദേഷ്യ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഞാൻ 20 നിസ്കരിക്കരുത്. എന്തോ 8 നിസ്കരിച്ചാൽ? ഒന്നുമില്ല, പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിവരമില്ലാത്ത നീ ഇങ്ങനെ. ഒന്നുമില്ല ആചാര്യ, നമ്മൾ മഹ്ശറിൽ നിങ്ങളും ഞാനും നിൽക്കാൻ. അപ്പൊ അള്ളാഹു തആല വിളിച്ചു, എടാ അബ്ദുറഹ്മാൻ വാ, നീ തറാവി നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു. എത്ര നിസ്കരിച്ചു? ഞാൻ 20 നിസ്കരിച്ചു. 20? ആ പടച്ചോനെ 20? എന്താണ് 20 നിസ്കരിച്ചത്? റബ്ബേ, മക്കത്ത് 20, മദീനത്ത് 20, ബൈത്തുൽ മുഖദ്ദസിൽ 20. ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് ബാഫക്കി തങ്ങൾ, മൂപ്പര് 20. പാണക്കാട് തങ്ങൾ പാപ്പ 20, ഉള്ളാളത്തെ തങ്ങൾ 20. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ ആലിമ്യങ്ങൾ, കണ്ണിയത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, പതി ഉസ്താദ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരും 20. അപ്പോ അവരൊക്കെ നിസ്കരിക്കണേ കണ്ടിട്ട് ഞാൻ 20 നിസ്കരിച്ചു. ആഹാ. അപ്പൊ അള്ളാഹു തആല പറയാണ്, ആ അൽഹംദുലില്ലാഹ്, അപ്പൊ 20ന്റെ കൂലി വാങ്ങി എനിക്ക് സ്വർഗത്ത് പോകാം. അല്ല, അള്ളാഹു തആല ചോദിക്കാണ്, 20 നോമ്പ് നോറ്റിട്ട് വെറുതെ കഷ്ടപ്പെടാൻ നിന്ന് 8 നിസ്കരിക്കുന്നത് കണ്ടില്ല അവിടെ? പടച്ചോനെ, ഞാൻ ഈ ബാഫക്കത്തങ്ങളെയും പാണക്കാട്ട തങ്ങളെയും ഒക്കെ കണ്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബേ. 8 ഉള്ളൂ? അതെ, 8 ഉള്ളൂ. എന്നാ എന്റെ ഈ 20 നല്ലത് നോക്കിയിട്ട് 8 എടുത്തു. ഈ 20 റക്അത്തിന് പടച്ചവനെ ഞാൻ നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടിട്ട് നിസ്കരിച്ചുണ്ടാക്കിയ നിസ്കാരാണ്. 8 ഉള്ളൂ? ആ ഇതിൽ നിന്ന് 20 8 എടുത്തു. പടച്ചോ അതിന് 8 എടുത്തിട്ട് ബാക്കി 12 ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഈ അർഹമുർറാഹിമല്ലേ, എന്റെ ഉമ്മാന്റെ വാപ്പ പ്രായമുള്ള ആളാ, മൂപ്പർക്ക് നിസ്കാരമൊന്നും അധികം കിട്ടിയിട്ടില്ല, തറാവി തീരെ നിസ്കരിക്കാത്ത ആളാണ്, സാധുവിന് ഒരു 8 റക്അത്ത് മൂപ്പർക്കും കൊടുത്തണം റബ്ബേ. അപ്പൊ അല്ലാഹു തആല ഗഫൂറുർ റഹീമാണ്, ഒരു 8 മൂപ്പർക്കും. യാ റബ്ബ്, ആചാര്യ 20 നിസ്കരിച്ചാൽ ബിരിച്ചും ചെയ്യാം, പുതക്കും ചെയ്യാം. അതേ സമയത്ത് നിങ്ങളെ നീന്തപ്പഴം ചായയും കണ്ടു ഞാൻ 8 നിസ്കരിച്ചിട്ട് മഹ്ശറിൽ വരുമ്പോ അള്ളാഹു തആല ചോദിക്കാൻ, എടാ പറയണ തറാവി നിസ്കരിച്ചോ? ആ നിസ്കരിച്ച്. എത്ര നിസ്കരിച്ചു? 8. ഹൈവാനെ 8. പണ്ട് തങ്ങന്മാരും ആലിമീങ്ങളും മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും ഒക്കെ 20 നിസ്കരിക്കുമ്പം 8 നിസ്കരിച്ച് എടുക്കണം, ബാക്കി 12 എന്ന് അള്ളാഹു തആല ചോദിച്ചാൽ നിങ്ങൾ തരുമോ ആചാര്യ? അന്ന് ആചാര്യ അവിടെയാണ് മുങ്ങിയതാ. പിന്നെ ഇവിടെ എവിടെയോ പൊങ്ങിയിട്ടുണ്ടോ എന്ന് അള്ളാഹു അല്ല, ഞാൻ അറിയില്ല, എനിക്ക് ഇവിടെ അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ കുട്ടിയുടെ ഈമാനെങ്കിലും നമുക്ക് വേണം. എന്താ കുട്ടിന്റെ ഈമാന്? ആ കുട്ടിയുടെ ഈമാൻ ഉറച്ച ഈമാനാണ്. 20 നിസ്കരിക്കട്ടെ. 20 നിസ്കരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ അഥവാ 8 ശരിയാണെങ്കിൽ എന്റെ 20 നല്ലത് നോക്കി 8 എടുത്തോട്ടെ. 8 നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ 20 ശരിയെങ്കിൽ മഹ്ശറിൽ നിന്ന് 12 വെക്കണ കച്ചവടക്കാരനെ കാണും. ചെറുപ്പക്കാര് മക്കളെ വെറുതെ കുടുങ്ങാൻ